പ്രൈസ് ദി ലോർഡ്. സിയോന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് അനുഗ്രഹമാണെന്ന് നിങ്ങളുടെ കമന്റുകളിലൂടെ അറിയുവാൻ കഴിയുന്നതിൽ വളരെ സന്തോഷവും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് വെള്ളത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള ചില ചോദ്യങ്ങളാണ്. ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ഏലിയാമ്മ ബാബു. ആദ്യത്തെ ചോദ്യം, ബൈബിളിൽ ആദ്യമായി വെള്ളം എന്ന വാക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെയാണ്? ഉത്തരം, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ഉൽപ്പത്തി 1 അധ്യായം 2 വാക്യം. അടുത്ത ചോദ്യം, കല്യാണ ആലോചനയുമായി വന്ന വ്യക്തിക്ക് വെള്ളം കോരിക്കൊടുത്തത് ആരാണ്? ഉത്തരം, റിബേക്ക. ഉൽപ്പത്തി പുസ്തകം 24 അധ്യായം 46 വാക്യം. അടുത്ത ചോദ്യം, മിസ്രയീം ദേശത്ത് ദൈവം അയച്ച ആദ്യത്തെ ബാധ എന്തായിരുന്നു? ഉത്തരം, നദിയിലുള്ള വെള്ളമൊക്കെയും രക്തമായി തീർന്നു. പുറപ്പാട് 7 അധ്യായം 20 വാക്യം. അടുത്ത ചോദ്യം, ഹാഗറിനെയും കുട്ടിയെയും പറഞ്ഞയക്കുമ്പോൾ അബ്രഹാം കൊടുത്ത വെള്ളം എത്രയായിരുന്നു? ഉത്തരം, 1 തുരുത്തി വെള്ളം. ഉൽപ്പത്തി 21:14. അടുത്ത ചോദ്യം, യേശു ശമര്യക്കാരി സ്ത്രീയോട് കുടിപ്പാൻ വെള്ളം ചോദിച്ചത് എവിടെ വെച്ചായിരുന്നു? ഉത്തരം, ശമര്യ പട്ടണത്തിലെ സുഖാർ എന്ന സ്ഥലത്ത് വെച്ച്. യോഹന്നാന്റെ സുവിശേഷം 4 അധ്യായം 5 വാക്യം. അടുത്ത ചോദ്യം, കുന്തം കൊണ്ട് യേശുവിൻ്റെ വിലാപ്പുറത്ത് കുത്തിയപ്പോൾ എന്തെല്ലാമാണ് പുറപ്പെട്ടു വന്നത്? ഉത്തരം, രക്തവും വെള്ളവും. യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായം 34 വാക്യം. അടുത്ത ചോദ്യം, യേശുവിൻ്റെ രക്തത്തിൽ തനിക്ക് പങ്കില്ല എന്ന് പീലാത്തോസ് വെളിപ്പെടുത്തിയത് എങ്ങനെയാണ്? ഉത്തരം, വെള്ളമെടുത്ത് പുരുഷാരം കാണെ കൈ കഴുകിക്കൊണ്ട്. മത്തായിയുടെ സുവിശേഷം 27 അധ്യായം 24 വാക്യം. അടുത്ത ചോദ്യം, മോശ മിദ്യാൻ ദേശത്ത് ആദ്യം ചെയ്തത് എന്തായിരുന്നു? ഉത്തരം, മിദ്യാനിലെ പുരോഹിതനായ റെഗുവേലിൻ്റെ ആടുകൾക്ക് വെള്ളം കൊടുക്കുവാൻ സഹായിച്ചു. പുറപ്പാട് പുസ്തകം 2 അധ്യായം 16, 17 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ചെങ്കടൽ കടന്ന ഇസ്രയേൽ മക്കൾ മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ എത്ര ദിവസമാണ് സഞ്ചരിച്ചത്? ഉത്തരം, 3 ദിവസം. പുറപ്പാട് പുസ്തകം 15 അധ്യായം 22 വാക്യം. അടുത്ത ചോദ്യം, യോർദാൻ നദിയിലെ വെള്ളത്തിൻ്റെ ഒഴുക്ക് നിന്നത് എപ്പോഴായിരുന്നു? ഉത്തരം, പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിൻ്റെ വക്കത്ത് മുങ്ങിയപ്പോൾ. യോശുവയുടെ പുസ്തകം 3 അധ്യായം 15 വാക്യം. അടുത്ത ചോദ്യം, എനിക്ക് ദാഹിക്കുന്നു, കുടിക്കുവാൻ കുറച്ച് വെള്ളം തരണമെന്ന് ഒരു സ്ത്രീയോട് പറഞ്ഞ സേനാപതി ആരായിരുന്നു? ഉത്തരം, യാബീൻ്റെ സേനാപതിയായ സീസരെ. ന്യായാധിപന്മാരുടെ പുസ്തകം 4 അധ്യായം 17, 19 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, പെസഹ ഒരുക്കേണ്ട സ്ഥലത്തിന് യേശു പറഞ്ഞുകൊടുത്ത അടയാളം എന്തായിരുന്നു? ഉത്തരം, പട്ടണത്തിലെത്തുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എതിർപ്പെടും. ലൂക്കോസിന്റെ സുവിശേഷം 22 അധ്യായം 10 വാക്യം. അടുത്ത ചോദ്യം, യഹൂദന്മാരുടെ നിയമപ്രകാരം വീടിന് വെളിയിൽ കൽപാത്രങ്ങളിൽ വെള്ളം വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയായിരുന്നു? ഉത്തരം, ശുദ്ധീകരണത്തിനു വേണ്ടി. യോഹന്നാന്റെ സുവിശേഷം 2 അധ്യായം 6 വാക്യം. അടുത്ത ചോദ്യം, എവിടെയുള്ള കിണറ്റിലെ വെള്ളം കുടിക്കുവാൻ കൊണ്ടു തരുമോ എന്നാണ് ദാവീദ് ചോദിച്ചത്? ഉത്തരം, ബത്ലഹേം പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്ന്. 1 ദിനവൃത്താന്തം 11 അധ്യായം 17 വാക്യം.
അടുത്ത ചോദ്യം, വെള്ളം നഗരത്തിനകത്ത് കൊണ്ടുവരുവാൻ കൽപ്പാത്തി അഥവാ കനാൽ ഉണ്ടാക്കിയ രാജാവ് ആരായിരുന്നു? ഉത്തരം ഹിസ്കിയാവ്. 2 രാജാക്കന്മാർ 20-ാം അധ്യായം 20-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, നയമാന്റെ അഭിപ്രായത്തിൽ ഇസ്രായേൽ ദേശത്തിലെ എല്ലാ വെള്ളങ്ങളെക്കാളും നല്ല വെള്ളം ഏതെല്ലാമാണ്? ഉത്തരം ദമ്മശേക്കിലെ നദികളായ അബാനയും പർപ്പരും. 2 രാജാക്കന്മാർ 5-ാം അധ്യായം 12-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, കാറ്റും മഴയുമില്ലാതെ താഴ്വര വെള്ളം കൊണ്ട് നിറയുമെന്ന് പ്രവചിച്ചത് ആരായിരുന്നു? ഉത്തരം എലീശ പ്രവാചകൻ. 2 രാജാക്കന്മാർ 3-ാം അധ്യായം 13-17 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, കർമ്മേൽ പർവ്വതത്തിൽ വെച്ച് യാഗം കഴിക്കുന്നതിന് മുൻപായി എത്ര തൊട്ടിയിൽ വെള്ളം നിറയ്ക്കാനാണ് ഏലിയാവ് പറഞ്ഞത്? ഉത്തരം 4 തൊട്ടിയിൽ വെള്ളം നിറയ്ക്കാൻ. 1 രാജാക്കന്മാർ 18-ാം അധ്യായം 33-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, വായ്പ വാങ്ങിയ ഏത് സാധനമായിരുന്നു വെള്ളത്തിൽ വീണത്? ഉത്തരം കോടാലി. 2 രാജാക്കന്മാർ 6-ാം അധ്യായം 5-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ദൈവത്തിൻ്റെ ദൂതൻ കലശമൊഴിച്ചപ്പോൾ ഏതു നദിയിലെ വെള്ളമാണ് വറ്റിപ്പോയത്? ഉത്തരം യൂഫ്രട്ടീസ് എന്ന മഹാനദിയിലെ. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 12-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, യെഹെസ്കേൽ പ്രവാചകൻ കണ്ട ദർശനത്തിൽ എവിടെ നിന്ന് എവിടേക്കാണ് വെള്ളം പുറപ്പെട്ടത്? ഉത്തരം ആലയത്തിൻ്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെട്ടു. യെഹെസ്കേലിന്റെ പ്രവചനം 47-ാം അധ്യായം 1-ാം വാക്യം. അടുത്ത ചോദ്യം, ദൈവം ലേഹിയിൽ കുഴി പിളരുമാറാക്കിയത് ആർക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി ആയിരുന്നു? ഉത്തരം ശിംശോന്. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം 19-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ബൈബിളിൽ അവസാനമായി വെള്ളം അഥവാ ജലം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന വാക്യം ഏതാണ്? ഉത്തരം ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 17-ാം വാക്യം. ഇതുവരെയും വീഡിയോ കണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.